എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിലാണ്. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ വളരെ നാളായി കൗതുകം തോന്നുന്ന ഒരു കാഴ്ചയുണ്ട്. തിരുവനന്തപുരത്ത് ഈ ഹാരം നിർമ്മാണം അത് കെട്ടുന്ന ആയിരക്കണക്കിന് പേർ നമ്മുടെ എല്ലാ ഭാഗത്തും എവിടെ പോയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതൊരു പ്രത്യേക കലയാണ്. അപ്പോൾ ഈ വീഡിയോ ഈ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സഹായിക്കുമെന്ന് ഉപകരിക്കും. നമുക്ക് ഈ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പ്രത്യേക കലയാണ്. ഇത് നല്ല കൈവഴക്കം കൂടി വേണ്ട ഒരു കലയാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കുവാൻ താല്പര്യമുള്ള നിരവധി പേർ പ്രേക്ഷകരിൽ കാണും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ പ്രയോജനപ്പെടട്ടെ. പൂവ് കൊണ്ട് ഹാരം നിർമ്മിക്കുന്ന 1000-ഓളം പേരെങ്കിലും നമുക്ക് തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലായി കാണുവാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു പ്രത്യേക കലയാണ്. ഇത് പഠിക്കുവാനായി പുതിയ തലമുറ അങ്ങനെ അധികമായി ഉള്ളതായിട്ട് വരുന്നതായി അറിയില്ല. എങ്കിലും ഇത് അപ്പോൾ ഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുകൊണ്ട് ചേട്ടൻ ആദ്യം നാരുകൾ എടുക്കുകയാണ്. ഇതിപ്പോൾ എത്ര നാരുണ്ട് ചേട്ടൻ? 4 നാരാ? 4. അതിപ്പോൾ ഒരു 4-5 നാരുകൾ എടുക്കുകയാണ്. അത് ഹാരത്തിൻ്റെ ബലം കിട്ടാനാണ്. അതിനത് ഇങ്ങനെ കെട്ടുകയാണ്. പൂ എടുത്തിട്ടുണ്ട്. ആ കൈ കൊണ്ട് തന്നെ പൂവിൽ നിന്ന് എടുക്കുകയാണ്. ചേട്ടാ അതൊന്ന് സ്ലോയിൽ കാണിക്കുക. ആ പൂ വെച്ചത് ഇങ്ങനെ 2 ചുറ്റുമായിട്ടുണ്ട്. അടുത്ത ഒരു ചുറ്റ്. ഇതിങ്ങനെ കറങ്ങി പോകും അല്ലേ? ആ ഒരു നാരിൽ തന്നെ മറ്റൊരു നാര്, അത് റണ്ണിങ് ആണ്, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ നടുക്കുള്ള നാര് അങ്ങനെ തന്നെ ഇരിക്കും. അതിന് ചുറ്റും ഇതിങ്ങനെ വെച്ചിട്ട് അത് വളരെ പ്രത്യേക കൈത്തഴക്കമാണ്. ആ സ്പീഡ് നമ്മളത് കണ്ട് മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരു പ്രത്യേക സ്പീഡാണ്. അവരൊരു നിമിഷ നേരം കൊണ്ടൊരു ഹാരം അവർ പൂർത്തിയാക്കും. അപ്പോൾ ഇത് ഒരു ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേര് ചോദിച്ചില്ല. പേരെന്താണ്? രാജേഷ്. മാഷിൻ്റെ പേരാ? ശ്രീനു. ഓക്കെ. അപ്പോൾ ഒരു ദിവസം എത്ര ഹാരം ഒരു ഹാരം പൂർത്തിയാവാൻ എത്ര സമയം എടുക്കും? എത്ര സമയം എടുക്കും ഒരു ഹാരം പൂർത്തിയാവാൻ? 5-10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ശരാശരി ഇപ്പം ഒരു ദിവസം എത്ര ഹാരം കെട്ടും ഇവിടെ? ഓർഡർ അനുസരിച്ചാണ് കെട്ടുന്നത്. അപ്പോൾ ഇതേ ടെക്നിക്ക് തന്നെയാണോ ഈ കല്യാണ ഹാരമൊക്കെ കെട്ടുന്നത്? അതിൻ്റെ രീതിയൊക്കെ ഇതുപോലെയാണല്ലേ? ഇതുപോലെയാണ്. ഇപ്പോൾ അതിൽ അരളിപ്പൂ ചേർത്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക കൈത്തഴക്കമാണ്. ഒരു കയ്യിൽ തന്നെ ഹാരം പിടിച്ചിരിക്കും. അതിനുള്ളിൽ അതുപോലെ അടുക്കി ഇങ്ങനെ കറക്കിയാണ് പോകുന്നത്. അപ്പോൾ 5-10 മിനിറ്റിനുള്ളിൽ അവരൊരു ഹാരം പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും തമിഴ്നാട്ടിലുമൊക്കെ ഈ ഒരു തൊഴിൽ ഉപജീവന മാർഗമായി നടത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു പ്രത്യേക സ്കില്ലാണ്. പ്രത്യേകിച്ച് സീസൺ സമയമാകുമ്പോഴേക്കും ഒരുപാട് ഓർഡറുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചാലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഹോൾസെയിലായിട്ട് പൂ വാങ്ങിക്കൊണ്ട് വിവിധ പൂക്കടകളിലൊക്കെ ഇങ്ങനെ രാവിലെ മുതൽ തന്നെ ഈ പൂ കെട്ടൽ തുടങ്ങുന്നുണ്ട്. അമ്പലങ്ങൾ, പള്ളികൾ, ആഘോഷങ്ങൾ എല്ലായിടത്തും ഈ പൂവ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു തൊഴിൽ മേഖല തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ധാരാളം പേർ ഈ പൂക്കടകളിലേക്ക് എത്തുന്നുണ്ട്. ഒരു വല്ലാത്തൊരു അധ്വാനം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. വളരെ ക്ഷമയോടുകൂടി കൃത്യമായിട്ട് ഇപ്പോൾ ഇതിലിങ്ങനെ ഒരു 2 ഡിസൈനാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ അരളിപ്പൂവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ അരളിപ്പൂ ഈ അധികം വിരിയാത്തതാണ് എടുക്കുന്നത് അല്ലേ? ഒരു ചെറിയ മൊട്ട് പോലെ ഇരിക്കും അല്ലേ? മൊട്ട് പോലെ ഇരിക്കുന്നത്. ഓക്കെ.
ഇങ്ങനെ പൂക്കൾ അതിനുള്ളിലേക്ക് ഒരു നാര് തീർന്നിട്ടുണ്ട്. അത് അടുത്ത നാര് അതിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ അതിങ്ങനെ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഇത് വളരെ വേഗത്തിലാണ്. ഒന്ന് ഇതിൻ്റെ വീഡിയോ സ്പീഡ് കുറച്ചിട്ട് ഇത് കെട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയണം എന്നുള്ള ഒരു സ്പീഡ് കുറച്ചൊന്ന് കാണുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി സ്ലോ മോഷനിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. കാരണം ഇവരുടെ വേഗതയ്ക്കനുസരിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഹാരം പൂർത്തിയാകും. ഈ ചേട്ടൻ ആ ഹാരം വെക്കുന്നത് നോക്കുക. അപ്പോൾ ഇങ്ങനെ അത് വിരലിലിങ്ങനെ ഓരോന്നായിട്ട് വെക്കുന്നു. ഒരു കറക്കി എടുക്കുകയാണ്. അടുത്ത പൂ വയ്ക്കുന്നു, കറക്കി എടുക്കുന്നു. അതെ, ആ ഒരു അടുക്കാണ്. അതിങ്ങനെ കറങ്ങി അതിൻ്റെ നീളം നോക്കുകയാണ്. ചേട്ടൻ അങ്ങനെ ഫുൾ സ്പീഡിൽ പോവുകയാണ്. ഹാരം തീരാറായി. നമ്മുടെ അരിയച്ചാർ ഏകദേശം അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. അവർക്ക് ഒരു ദിവസം അത്യാവശ്യം ഇന്നത്തെ കച്ചവടത്തിനുള്ള ഹാരങ്ങളൊക്കെ അടുത്ത നാരിത് കഴിഞ്ഞു. ഞാനിവിടെ വന്നിട്ട് ഒരു 10-15 മിനിറ്റായത് 3 ഹാരം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കൂടി നോക്കുക. അതേ ഒരു 3 നാരെടുക്കുന്നുണ്ട്. അതിനെ ചുറ്റി വരിയാനായിട്ട് ഒരു റണ്ണിങ് ആയിട്ട് വളരെ കനം കുറഞ്ഞൊരു നാരുണ്ട്. ആ കനം കുറഞ്ഞ നാരാണ് യഥാർത്ഥത്തിൽ ഈ പൂവിനെ ചുറ്റി കൊണ്ടുപോകുന്നത്. ഒന്നൊരു നോക്കുക. തുടങ്ങാൻ പോവുകയാണ്. ഹാരം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ചുറ്റി ഇതാണ് പൂവിനെ എടുക്കുന്നു. ആ പൂവ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയും ഒക്കെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.